നമസ്കാരം. ദർശന ടി വി പ്രേക്ഷകരേവരെയും ഇന്നത്തെ സഫലമി യാത്രാ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് UAEയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന അലൈനിലാണ്. അലൈൻ ഡയറി എന്ന് പറയുമ്പോൾ തന്നെ UAE മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ശശികുമാർ മേനോനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാത്രമല്ലാതെ ഫോർ എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വിമൻ ബിഹൈൻഡ് എന്നാണല്ലോ പറയാറുള്ളത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു മീറ്റ് ദാറ്റ് വിമൻ ഓൾസോ ഹിസ് വൈഫ്, ബ്യൂട്ടിഫുൾ വൈഫ് മിസ്സസ് ലക്ഷ്മി ശശികുമാർ. രണ്ടുപേരും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സോ സാറിൻ്റെ ഈ ഒരു ലെവൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നുള്ള ഈ പൊസിഷനിലേക്ക് എത്തുവാൻ സാർ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ യു കുഡ് ഹാവ് ഡൺ എ റിയൽ ഹാർഡ് വർക്ക് ഇൻ യുവർ ലൈഫ്. ആ ഹാർഡ് വർക്കിൻ്റെ ആ ഫുഡ് സ്റ്റെപ്സാണ് നമ്മൾ ഈ പരിപാടിയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോർ ദി അപ്കമിങ് ജനറേഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം അവർ ബേസ്, അവർ കേരള. എവിടെയാണ് സാറിൻ്റെ സ്വന്തം സ്ഥലം? എൻ്റെ സ്വന്തം നാട് ശരിക്കും ഒറ്റപ്പാലത്താണ്. പക്ഷേ ഞാൻ ജനിച്ച് വളർന്നതും പഠിച്ചതും എല്ലാം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തൃശ്ശൂർ ജില്ലയിലുള്ള വലപ്പാട് വെച്ചായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് എഡ്യൂക്കേഷൻ നടത്തിയത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയാണ്. അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത ശേഷം ഞാൻ ചെന്നൈയിലേക്ക് പോയി. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന് എടുത്തു. അതിനുശേഷം 2.5 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ. അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് മാസ്റ്റേഴ്സ് റിസർച്ച് പാസ്സായി ലട്രോബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷം ഗൾഫിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മുടെ ബാല്യകാലം തൊട്ടേ നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ടാവും. അത് ഫ്ലറിഷായി വരുന്നത് മേ ബി നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന നല്ല ക്വാളിറ്റീസ് എന്നായിരിക്കാം. സാറിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലുള്ള സാറിൻ്റെ ഫാമിലി സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അച്ഛൻ എന്തായിരുന്നു? എൻ്റെ അച്ഛൻ ഒരു സ്റ്റീൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം എല്ലാം പഠിച്ചു വളർന്നത് കൽക്കട്ടയിലായിരുന്നു. അദ്ദേഹം ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് അച്ഛൻ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം വന്ന കാരണം കേരളത്തിൽ വന്ന് കോഴിക്കോട് അടുത്തുള്ള സ്റ്റീൽ കോംപ്ലക്സിൽ 2-3 വർഷം ജോലി ചെയ്തു. ഞാൻ 2 വർഷം അവിടെ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അച്ഛൻ ഏറെക്കുറെയൊക്കെ റിട്ടയർമെൻറ്റ് പോലെ വീട്ടിൽ കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, ഭൂസ്വത്തൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവ് ചെയ്ത ബാല്യകാലമായിരുന്നു. മിഡിൽ ക്ലാസ് എന്ന് പറയാം. എങ്കിലും എല്ലാവരും നമ്മളെ എപ്പോഴും അന്ന കാലഘട്ടം കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹൈഫൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് ജന്മികളോ അങ്ങനെയൊക്കെ നമ്മൾ പോകേണ്ടി വരുന്നത്. നോർമൽ ഹ്യൂമൻ ബീങ് ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ്. സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛൻ, അമ്മ, സാർ? പിന്നെ ഞങ്ങളുടെ വളരെ ചെറിയ കുടുംബമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഞാൻ, എൻ്റെ അനിയത്തി. പിന്നീട് അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ മരിച്ചു. Coming back to you, let me just ask a few questions with her. മാഡത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഞാൻ ജനിച്ചത് ബോംബെയിലാണ്. എൻ്റെ ഒരു 5 years വരെ ഞാൻ ബോംബെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് we moved to Trivandrum. Trivandrum is your hometown? Yes, my hometown. അപ്പം അവിടെ ഞങ്ങളൊരു 7 years ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ തിരിച്ച് he was an expert in the field of cooling towers, so he moved to Bangalore. എന്നിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് കാലം 5 years എൻ്റെ കോളേജ് പ്രിലിമിനറി ബാംഗ്ലൂരും പിന്നെ മൈ ഗ്രാജുവേഷൻ ചെന്നൈയിലുമായിട്ട് ചെയ്തിട്ട് now അമ്മയും അച്ഛനും ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു. What was your father? My father, he's an engineer, specialized in cooling towers. ഓക്കെ, കൂളിംഗ് ടവർ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞു ചെറിയ ഒരു കുടുംബമാണ്. ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, അച്ഛൻ, അമ്മ, താങ്കൾ, താങ്കളുടെ അനിയത്തി. ഫാദർ ആണ് നമ്മുടെ എപ്പോഴും ഒരു ഹീറോയിക് റോൾ മോഡൽ. അമ്മ എന്ന് പറയുന്ന ഓൾവേസ് കൈൻഡ് ആൻഡ് സ്വീറ്റ് ആണ്. സാറിൻ്റെ ഫാമിലി, മാതാപിതാക്കളുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സാറിൻ്റെ ജീവിതത്തിലേക്ക് എടുത്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറിൽ നിന്നും ഞാൻ ഇൻവൈബ് ചെയ്തിരിക്കുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന എൻ്റെ അച്ഛൻ ഒരു പ്രോബ്ലി എനിക്ക് ഇപ്പം ഒരു 40-45 വർഷം മുമ്പ് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അച്ഛൻ ടൈ ഒക്കെ ഇട്ട് ഓഫീസിലേക്ക് പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു കാറിലൊക്കെ കയറി ജോലിക്ക് പോകാന്ന് പറയുന്നത് ഒരു വലിയ കൗതുകമുള്ള കാര്യമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു രീതിയിൽ പ്രോബബ്ലി ദാറ്റ് വാസ് എ റോൾ മോഡൽ ഫോർ മീ. That executive way of your father's ജോബിന് പോകുന്ന അത് മനസ്സിലിങ്ങനെ ചെറിയൊരു ബാല്യകാല ഒരു
ചെറിയൊരു കൊച്ചിനെ അത് മനസ്സിൽ പിടിച്ചെടുക്കും. അതെ അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ടീനേജ് ആ പ്രായത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഡ്രീം ജോബ് ആയിട്ട് ഇപ്പൊ സാറിന്റെ മൈൻഡിൽ ആ ഒരു ബിസിനസ് ആസ്പെക്ട് വരുന്നില്ല. യു ആർ ടോട്ടലി ഇൻടു ദാറ്റ് എക്സിക്യൂട്ടീവ് കൈൻഡ് ഓഫ് വെരി ട്രൂ. എനിക്ക് എപ്പോഴും ഒരു കോർപ്പറേറ്റ് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫാദറിന് ഞാനൊരു ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു ലൈൻ പെർസ്യൂ ചെയ്യാത്തത് എനിക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. എനിക്കെന്നും ഒരു കോർപ്പറേറ്റ് ലൈഫ് വേണം, അതുപോലെ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് സാറിന്റെ വിഷൻ ഷാർപ്പായിരുന്നു. ഐ വോണ്ട് ടു റീച്ച് ഇൻ ടു എ കോർപ്പറേറ്റ്. അതിലേക്ക് എത്തുവാൻ സാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ വരെ വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ കോളേജിനകത്ത് ഒരു 2-3 വർഷം ശരിക്കും ഉഴപ്പി അവിടെയുള്ള എല്ലാതും വളരെയധികം എൻജോയ് ചെയ്ത് ഡിഗ്രി തന്നെ പാസ്സാവോ എന്നുള്ള ഒരു സംശയത്തിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതുപോലെ നല്ല ഫ്രണ്ട്സും ക്രൈസ്റ്റ് കോളേജിലെ നല്ല തണലുള്ള മരങ്ങളും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് കോളേജ് ലൈഫായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് വാട്ട് മെയ്ഡ് മീ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഈ ഒരു ആംബിഷൻ എനിക്ക് അന്നൊരു MBA എടുക്കണം എന്നുണ്ടായിരുന്നു. ഇന്നിപ്പം MBA എടുക്കുന്നൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിൽ ഒത്തിരി ബിസിനസ് കോഴ്സ് ഉണ്ട്. പക്ഷേ പ്രോബ്ലി ഒരു 30 years ബാക്ക് അതൊരു നോവൽറ്റി തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതിലേക്കായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും കയറിയില്ലായിരുന്നെങ്കിലും പ്രോജക്ട്സ് ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും ഞാൻ വളരെയധികം ജനറൽ നോളജ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെയുള്ള ബുക്സ് വായിക്കാനും എന്നെ തന്നെ ഇൻഫോർമേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ കോളേജ് കാലത്ത് സാർ പറഞ്ഞ ഉഴപ്പി നടന്നു ശരിക്കും പാസ്സാവോ എന്നും പോലും വിചാരിച്ചു? എങ്ങനെയായിരുന്നു MBAയിലേക്ക് കിട്ടിയത്? ബിക്കോസ് MBA ദാറ്റ് ടൈം ആസ് ഇറ്റ്സ് എ നോവൽറ്റി. സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ചുരുക്കമായിരുന്നു. തീർച്ചയായിട്ടും. ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? അത് വളരെ രസമായിട്ടുള്ള കഥയാണ്. കാരണം ഞാൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ എന്നെ സയൻസ് ഗ്രൂപ്പിലേക്ക് ഇടുകയും പ്രീ ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്ത പോലും സയൻസിലായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും മകനെ ഒരു ഡോക്ടറായി കാണാമെന്ന് വിചാരിക്കുന്ന അച്ഛന് ഞാൻ വളരെ വിഷമം കൊടുത്തുകൊണ്ട് പരീക്ഷകൾ എഴുതാതെ പലപ്പോഴും വരാറുണ്ട്. കാരണം എനിക്ക് ആ സബ്ജക്റ്റിനകത്തോട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ MBAക്ക് അന്നും ഉണ്ടായിരുന്ന ടെസ്റ്റും എക്സാംസ് അന്നും CATും GMATും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്, പിന്നെ അതുപോലെ വേർഡ് ക്രാഫ്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ 4 മേഖലകളും എനിക്കൊരുവിധം നന്നായി അറിയായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ പോലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരേണ്ട സബ്ജക്ട്സ് എനിക്കൊരുവിധം നന്നായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റി പോലെ ഒരു സ്ഥലത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്നായിരുന്നു, ഏത് വർഷമായിരുന്നു നിങ്ങളുടെ വിവാഹം? 93 ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബഹ്റിനിലേക്ക് പോയി. പിന്നെ ഞാൻ മോള് ജനിച്ച ഉടനെ ഞാനും ബഹ്റിനിലേക്ക് മോളുമായിട്ട് പോയി. പിന്നെ ഞങ്ങൾ അതിനുശേഷം ത്രൂ ഔട്ട് ഗൾഫിൽ തന്നെയായിരുന്നു. So according to both of you, what do you think is important to have a successful family life? I think adjustment. What about you? Adjustment, yes, and trust. Trust. Most important. കുറേ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻ ഡെപ്ത് നമ്മൾ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇന്ന് നമ്മൾ കാണുന്ന, നേരത്തെ സാർ പറഞ്ഞ സാറിൻ്റെ ജീവിതത്തിൽ യു ഹാഡ് എ ഫോക്കസ് ടു ടേക്ക് എൻ MBA ഡിഗ്രി. Today, as you said, MBA is everyone and anyone can do the MBA. അപ്പോൾ ഒരു MBA ഗ്രാജുവേറ്റിന് ആസ് എ പ്രൊഫഷണൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പുറത്ത് വരുന്ന ഒരു ഗൈ ഓർ എ ഗേൾ, അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് മെയിൻലി അഡോപ്റ്റ് ചെയ്യുന്നത് ടു ബി എ പ്രൊഫഷണൽ? ദിസ് ഐ എം ആസ്കിങ് യു ഫ്രം ദ കോർപ്പറേറ്റ് ലെവൽ. ഇത് എന്തൊക്കെയാണ് അവർക്ക് സെൽഫായിട്ട് അവർ ഇൻഹെറിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം കാര്യങ്ങളെല്ലാം ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിലാണ് നമ്മൾ. അപ്പം ഇറ്റ്സ് നോ ലോങ്ങർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇനഫ് ദാറ്റ് യു നോ സംതിങ് അബൌട്ട് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അതില്ലെങ്കിൽ മിനിമം അവരെ റിക്വസിറ്റ് പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കോർപ്പറേറ്റ്സ് ഉദ്ദേശിക്കുന്നത് ദേ വോണ്ട് പീപ്പിൾ ഹു ഹാവ് ഗ്ലോബൽ ഇൻ്റലിജൻസ്, ഹു ക്യാൻ ഓപ്പറേറ്റ് പ്രോബ്ലി എനിവെയർ ഇൻ ദ വേൾഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്, comprehensive macroeconomic ideas, the ability to work with different cultures in a multicultural environment, good communication skills. അപ്പം ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഞാനൊരു ഡിഗ്രി എടുത്തു, എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, ഇതെൻ്റെ സർട്ടിഫിക്കറ്റാണെന്ന് പറയുന്നതുകൊണ്ട്
ഇന്നത്തെ എനിക്ക് തോന്നുന്നില്ല ഹൈ പ്രഷർ സ്ട്രെസ് ഇൻ്റർവ്യൂസിനകത്ത് ഇവർക്ക് കയറി പറ്റുന്നു. പറ്റില്ല. They can't hold that interview. Can hold that. And what was the first question thrown to you in your first interview after completing your MBA? I really don't recollect that question, honestly. I don't recollect But that. how was the first interview actually? My first interview was very good, I suppose, because I got the job. So sweet. You got the job. That's the total result of your interview. That's the result of my interview. Which was the company that you worked for? I started my career in India with Shaw Willison Company. Where in? This was in the year 86. 86. എവിടെ ഇന്ത്യയിൽ എവിടെയായിരുന്നു? ചെന്നൈയിലായിരുന്നു. ആൻഡ് അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഗൾഫിലേക്ക് എത്തുന്നത്. അലൈനിൽ എപ്പോഴായിരുന്നു ജോയിൻ ചെയ്തത്? അലൈൻ ഡയറിയിൽ ഇപ്പം 10 വർഷമായി. 10 വർഷമായി. ഇവിടുത്തെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സിഒ ആയിട്ടാണ്? അല്ല ഞാൻ ഹെഡ് ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. ഞാൻ പിന്നീടാണ് മൈഗ്രേറ്റ് ചെയ്ത് ഈ പൊസിഷനിലെത്തിയത്. സോ ഹൈറാർക്കി ലെവൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ശേഷമാണ് അച്ചീവ് ചെയ്തത്. തീർച്ചയായിട്ടും. ആൻഡ് ബേസിക്കലി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് യു ഫോളോ ഇൻ യുവർ കരിയർ, ഇൻ യുവർ ജോബ്? സോ നോർമലി വി ഡു ഹാവ് അവർ സെൽഫ് ക്വാളിറ്റി ആൻഡ് നമുക്ക് എത്തിക്കൽ വാല്യൂസ് ഉണ്ടാവും. അത് ഒരിക്കലും നമ്മൾ അതൊന്നും മാറില്ല. സാർ നേരത്തെ പറഞ്ഞു ഐ വാസ് എഗ്രസീവ്, ദാറ്റ് വാസ് യുവർ ഹാബിറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് വേണം പറയാൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോർപ്പറേറ്റ് ലെവൽ, വെൻ ഇറ്റ് കംസ് ടു വർക്ക് ആൻഡ് ജോബ്, വി ആർ ടോട്ടലി ഡിഫറെൻറ്റ്. Correct. What is the principle that you are following right from day one until now? I think it's a combo of 2-3 core values, you know. The first thing that goes without saying in a corporate life is to have integrity. Integrity. Because എത്ര വലിയ പൊസിഷൻ ആണെങ്കിലും എത്ര ചെറിയ പൊസിഷൻ ആണെങ്കിലും എല്ലാവരും ഇന്നത്തെ ലോകത്തിൽ റെഫറൽ വഴിയേ പോവുള്ളൂ. നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയാണ്. മോർ ദൻ എനിത്തിങ് എൽസ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് പീപ്പിൾ ലുക്ക് ഫോർ. അതിനുശേഷമേ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് പോലും വരുന്നുള്ളൂ. ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആൾക്കാരെ പലരും വളരെ ഹൈ അച്ചീവേഴ്സ് ആണെങ്കിൽ പോലും പ്രിഫർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. ദാറ്റ് റിയലി ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ്. ദ സെക്കൻഡ് ഈസ് ഐ തിങ്ക് ഹൗ ഇംപാർഷ്യൽ യു ആർ വിത്ത് പീപ്പിൾ. നമ്മളൊരു സർട്ടൻ വാല്യൂസ് നമ്മൾ സ്ട്രിക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആരുടെ പുറത്ത് അത് അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്യുന്നു, എല്ലാവരും ഒരുപോലെ നമുക്ക് കാണാനുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ആർ വി വെരി ഡിസ്പാഷനേറ്റ് അബൌട്ട് അവർ ജഡ്ജ്മെൻറ്റ്സ്? അത് നമുക്ക് തോന്നിയാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്കും കൂടി ഫീൽ ചെയ്യണം നമ്മുടെ ആക്ഷനിൽ. ആ ഒരു ഇമ്പാർഷ്യാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ തേർഡ് തിങ് ഇസ് എല്ലാം നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രം നോക്കാതെ ഒരു സർട്ടൻ ഹ്യൂമൻ ഫാക്ടർ എംപതി വേണം. ബിക്കോസ് ഇതെല്ലാം നിയമപുസ്തകത്തിൽ എഴുതിയ പോലെ അല്ല ജീവിതത്തിൽ പലതും നടക്കുന്നത്. ചില വ്യക്തികൾ ചില സമയത്ത് റിയാക്ട് ചെയ്യുന്നതിന് അവരുടേതായ സാഹചര്യങ്ങൾ കാണും. അവരുടെ കാഴ്ചപ്പാടിലൂടെ എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ശ്രമിച്ചാൽ, എല്ലായ്പ്പോഴും പറ്റിയില്ലെങ്കിലും, ഐ തിങ്ക് ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് എ ടീം ഹൂ ട്രസ്റ്റ് യു. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും, ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഫെയർലി ബിഗ് ഓർഗനൈസേഷനാണ്, 1500 സ്റ്റാഫുണ്ട്. We do around 500 million dirhams turnover, which is about 8,100 crores in Indian rupees. അപ്പം ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനിൽ ആരും തനിച്ച് സൂപ്പർമാനായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. യു നീഡ് എ ബിഗ് ടീം ഓഫ് പീപ്പിൾ ടു സപ്പോർട്ട് യു. ആ ടീമിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ അവർക്ക് നമ്മളെ ട്രസ്റ്റും റെസ്പെക്റ്റും വേണം. So I think this is how you go about it. Integrity, impartiality as well as respecting the human value. നമ്മൾ man, machines and materials പറയുന്നത്. Machine and materials doesn't have any emotional feeling, whereas the man has the emotional feeling. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇംപാർഷ്യൽ ആണ് നമ്മൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. അത് തോന്നാതെ ഇരിക്കണമെങ്കിൽ വി ഹാവ് ടു ബി കോമൺ ടു എവ്രി വൺ. ആൻഡ് വി ഷുഡ് എന്താ പറയുക, നമ്മൾ ആ ട്രസ്റ്റ് നേടിയെടുക്കണം. ഞാൻ ഇദ്ദേഹത്തിനോട് ചെല്ലുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എന്താ പറയുക, സത്യസന്ധതയായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ട്രസ്റ്റ് നമ്മുടെ മേൽ മറ്റുള്ളവർക്ക് വരും. അതാണ് സാർ പറഞ്ഞ നേരത്തെ. എക്സാക്ട്ലി. സോ ഇത് സാർ കോർപ്പറേറ്റ് റോൾ എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇത് ഫോളോ ചെയ്യാനുള്ള കാരണം എനിക്ക് ഞാൻ പഠിച്ചിടത്തോളം അനുഭവിച്ചിടത്തോളം വേറെ വഴികളില്ലാത്തതുകൊണ്ടാണ്. യുനോ ഇപ്പം ഏത് ഓർഗനൈസേഷൻ, അത് ബിസിനസ് ആയാലും കമ്പനീസ് ആയാലും, അത് മാനേജ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽസിൻ്റെ പുറത്താണ്. അല്ലാതെ ഒരാളൊരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ ആയതുകൊണ്ടോ ഒരു കമ്പനിയുടെ ഹെഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബിസിനസ് മാനേജർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ മെൻ ഫാക്ടർ മാനേജ് ചെയ്യുന്നു, അവരെ എങ്ങനെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു നമ്മുടെ കൂടെ, അവരെല്ലാവരെയും ഒരേ കോമൺ ഗോളിലേക്ക് എങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു, അതാണ് ലീഡർഷിപ്പ്. ആൻഡ് അത് വേണമെങ്കിൽ ഹ്യൂമൻ വാല്യൂസ് നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടില്ല. ബിക്കോസ് ഐ സ്ട്രോങ്ലി ബിലീവ് യു കനോട്ട്
buy love and respect. You have to earn it. Earn it. Truly said and rightly said. ഏതൊക്കെ ബുക്സ് ഒക്കെയാണ് വായിക്കുന്നത് സർ? ഞാൻ പണ്ടേ തൊട്ട് പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുമ്പോഴും പഠിക്കുന്ന പുസ്തകം വായിച്ചില്ലെങ്കിലും ഫിക്ഷൻ ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പം അന്നൊക്കെ പ്രോബ്ലി കുറച്ചും കൂടിയും പൾപ്പ് ഫിക്ഷൻ ആയിരുന്നു വായിച്ചിരുന്നത്. അന്നത്തെ ഒരു ഇയർ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടിയും മെച്യൂർ ഹിസ്റ്ററി, മാനേജ്മെൻറ്റ് ബുക്സ്, ട്രഡീഷൻ, കസ്റ്റംസിനെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. ഇന്നത്തെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ, സാർ നേരത്തെ പറഞ്ഞ ആ യങ് ഏജ് എന്ന ഇന്ന് ഒരു മെച്യൂർഡ് മാനാകുമ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷന് കുറേ സാധനങ്ങൾ നമുക്ക് തലയുടെ അകത്ത് കയറേണ്ടിയിരിക്കുന്നു. ആസ് എ സെഡ്, നമുക്ക് ബുക്സ് നിന്നുള്ള ഇൻപുട്ട് വേണം, നമ്മൾ സോഷ്യൽ പുറത്തുനിന്ന് വരുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻപുട്സ് വേണം, നമ്മുടെ ഫാമിലിയിൽ മറ്റുള്ളവർ തരുന്ന ഇൻപുട്സ് വേണം. എത്രത്തോളമാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളമാണ് ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻറ്റ്? സാറിൻ്റെ കാഴ്ചപ്പാടുന്നു നമ്മൾ CSR പറയുന്നുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എത്രത്തോളമാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ അത് ആവശ്യമാകുന്നു? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളൊരു സർട്ടൻ സ്റ്റേജ് എത്തിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തിനും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ദ റിയലൈസേഷൻ. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ്. ഞാൻ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് വെൽ സെറ്റിൽഡ് ആണ്, അവർക്ക് ഇന്നും ഒന്നും തിരിച്ചു കൊടുക്കണമെന്ന് തോന്നാറില്ല സമൂഹത്തിന് തിരിച്ച്. അവരിന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഇതൊക്കെ ഞാൻ അർഹിക്കുന്നതാണ്, ഇതെല്ലാം എൻ്റേതാണ്, സോ ഫൈൻ, സോ വൈ ഷുഡ് ഐ ഗിവ് ബാക്ക്. അപ്പം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വ്യക്തിയിലായാലും ഓർഗനൈസേഷനായാലും അത് തിരിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്, സമൂഹത്തിന് ഞാൻ എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന റിയലൈസേഷൻ തുടങ്ങുന്നു. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ്, അവരുടെ പേഴ്സണൽ, അവരുടെ സേവിങ്സ് പാറ്റേൺ, അല്ലെങ്കിൽ അവരുടെ ഗിവിങ് പാറ്റേൺ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ജനറോസിറ്റി, ഹൗ മച്ച് ദേ വോണ്ട് ടു ഷെയർ ആൻഡ് ഗിവ്. സാർ, ഇവിടെ ഏതെങ്കിലും കോളേജസിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അപ്കമിങ് ജനറേഷന് ലെക്ചേഴ്സ് കൊടുക്കാറുണ്ടോ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വോളങ്കോങ് ദുബായിലെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഈയിടെയായിട്ട് ഗ്ലോബൽ MBA പ്രോഗ്രാമിന് SP ജെയിൻ അവരൊരു ട്രൈ സിറ്റി ദുബായ്, സിംഗപ്പൂർ ആൻഡ് സിഡ്നി ഗ്ലോബൽ MBA നടത്തുന്നുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ വിസിറ്റിംഗ് വിസ്ഡം എന്ന് പറഞ്ഞൊരു ലെക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ചില കോളേജസിലൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ലെക്ചർ ചെയ്യാൻ പോകാറുണ്ട്. I didn't knew this that you are going as a guest lecturer, but my heart was saying that you must be giving lecture. കാരണം you have എന്താ പറയുക the leadership quality, ഹ്യൂമൻ വാല്യൂസ് എന്താണ്, എത്തിക്കൽ വാല്യൂസ് എന്താണ്, സോഷ്യൽ സ്കിൽസ് എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, സ്വന്തം ജീവിതത്തിൽ പഠിച്ചെടുത്തു. യുവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി ഈസ് ടു ഷെയർ ദോസ് തിങ്സ് ടു ദ ജനറേഷൻ. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ ഗ്രൂമിങ് സെഷൻസ്. ആ ഗ്രൂമിങ് സെഷൻസിൽ ഈ ലെക്ചർ മാത്രമേ, അതുകൊണ്ട് മാത്രം പിന്നീട് സാർ ചാരിറ്റി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. ബട്ട് ദെൻ ദിസ് ഇസ് ദ മെയിൻ ആസ്പെക്ട്, ഗിവിങ് എഡ്യൂക്കേഷൻ, പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു ദ ജനറേഷൻ. ആൻഡ് ചാരിറ്റി എന്ന് പറയുമ്പോൾ അസോസിയേഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സാറിന്? ഇവിടുത്തെ ഏതെങ്കിലും അസോസിയേഷൻ ഉണ്ട്. ഒരുപാട് UAE ബേസ്ഡ് ആയിട്ട് ഒരുപാട് അസോസിയേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഞങ്ങൾ പ്രോബ്ലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സ്പെഷ്യൽ നീഡ്സ് കുട്ടികൾക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ആസ് എ കമ്പനി. ഇൻഡിവിജ്വലായിട്ട് എന്നെ കൊണ്ടാവുന്ന ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം എല്ലാ മാസവും മാറ്റി വെച്ച് നാട്ടിലും ഇവിടെയായിട്ട് 2-3 സ്ഥാപനങ്ങൾക്ക് എല്ലാ മാസവും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു യു സാർ, ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു നമ്മൾ നേടിയെടുക്കുന്ന എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമുക്ക് മാത്രമാണ്, ഇതിന് ഞാൻ അർഹത, ഐ ഡിസേർവ് ദിസ് ടു മീ എന്ന്. പക്ഷേ ആ ഒരു സ്റ്റേറ്റസ് അവർക്ക് കിട്ടിയത് ഈ സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്തിട്ടും ഇവിടെ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക സ്റ്റേറ്റസ് എന്നാണ്. മാഡം, ഇന്ന് ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഹസ്ബൻഡ് വളരെ എന്താ പറയുക വളരെ കെയർഫുള്ളായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾ. അച്ഛനെക്കുറിച്ച് മോളുടെ അടുത്ത് അച്ഛൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അച്ഛൻ നടക്കുന്ന ഈ രീതികളെക്കുറിച്ചും ഗ്രൂം ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് ഹീ ഈസ് ഗ്രൂമിങ് സം അതർ സ്റ്റുഡൻസ്. ഞാൻ ആക്ച്വലി മോളിപ്പം 12th വരെ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ആക്ച്വലി അവൾക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം 10 ദിവസത്തിന് മുമ്പായിരുന്നു അവളുടെ പിറന്നാൾ.
അപ്പം ഞങ്ങൾ ചോദിച്ചു എങ്ങനെ, അപ്പോൾ ഹോസ്റ്റലിലാണ്, അപ്പോൾ കുട്ടികളായിട്ട് പുറത്ത് പോകണം, ഭക്ഷണം കഴിക്കണം ഒക്കെ പറഞ്ഞു. ആൻഡ് അതിനൊപ്പം അവൾ പറഞ്ഞു, അമ്മ ഞാനൊരു ഓർഫനേജിൽ പോയി, ഞാൻ അവിടെ പോയിട്ട് കുറച്ച് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊണ്ടു കൊടുത്തു. ആൻഡ് ഞാൻ കുറച്ച് പൈസയും കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നാളത്തെ ഡിന്നർ മോളുടെ കണക്കായിട്ട് എത്രയോ കുട്ടികൾ 27-30 കുട്ടികളെ ഉള്ളൂ ആ ഓർഫനേജിൽ, അവർക്ക് മോളുടെ കണക്കായിട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവൾ കൊടുത്ത ശേഷം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം അവള് കണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത്, സോ ഞാനും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മനസ്സിൽ അവൾക്ക് തന്നെ തോന്നിയതാണ്. ഞങ്ങളെ ഡോക്ടർ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായി ചെയ്യാൻ. And what is your ambition in life? Let me ask that. ആക്ച്വലി ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ട്രാവൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ചു കാലം വർക്ക് ചെയ്തു. പിന്നെ മോള് ജനിച്ച ശേഷം അവൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് വീട്ടിൽ ഇരുന്ന് ഹൗസ് വൈഫായിട്ട് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇനി എനിക്ക് അങ്ങനെ അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് വലിയ അംബിഷൻ ഇനി അങ്ങോട്ട് ഇല്ല. ലൈക്ക് ഐ ജസ്റ്റ് ഇനിയിപ്പോ പുള്ളിക്കാരന്റെ ഒരു ഇതിലങ്ങ് സപ്പോർട്ട് ചെയ്ത് പോവാ, മോളുടെ കാര്യത്തില് സപ്പോർട്ട് ചെയ്ത് പോവാ, അങ്ങനെ ലൈഫാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. She has totally sacrificed her life to you. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അവർക്ക്, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും ആക്ച്വലി എപ്പോഴും പറയും ദാറ്റ് ഐ ഷുഡ് ഡു സംതിങ്, ഇങ്ങനെ ഇരുന്നാൽ പോരാ, വർക്ക് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു തോന്നും. ഇനി എനിക്ക് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ഒരു താല്പര്യം ഇല്ല. അതുകൊണ്ട് ഫാമിലി ആയിട്ട് ഹോം മേക്കർ ആയിട്ട് നിൽക്കുന്ന ഒരു ജോബ് തന്നെ ഏറ്റവും വലിയ ജോബാണ്. വലിയ ജോബാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. Because you are happy. അത്രേ ഉള്ളൂ. Very nice. And sir, Align Dairy എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഉള്ളത്? Align Dairy ഞങ്ങൾ പ്രോബ്ലി ഒരു 125 പ്രോഡക്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. ആൻഡ് മിൽക്കിൽ ഉള്ള എല്ലാ ഫുൾ റേഞ്ചസും, ഫ്ലേവേർഡ്, സ്കിംഡ്, ലോ ഫാറ്റ്, അങ്ങനെ പിന്നെ അതുപോലെ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ്, ബാൻസ്, യോഗേർട്സ്, ഡെസേർട്സ്, ആൻഡ് വി ഹാവ് ഡ്രിങ്കിങ് യോഗേർട്സ്, ആൻഡ് വി ഹാവ് എ ഹ്യൂജ് റേഞ്ച് ഓഫ് ജ്യൂസസ്, about 11-12 varieties of juices. So ഇന്നൊരു വലിയൊരു കോർപ്പറേറ്റിൻ്റെ ആസ് യു സെഡ് 500 million turnover, ആ കമ്പനിയുടെ ഒരു COO ആയി. സാറിൻ്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്ന അച്ഛനെ കണ്ട ടൈ ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ടോപ്പ് ലെവലിൽ സാർ എത്തി. ഇനി അങ്ങോട്ടേക്ക് എന്താണ് വിഷൻ? ഇനി അങ്ങോട്ടേക്ക് സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തണം. ഇത് കാലാകാലം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കില്ല തീർച്ചയായിട്ടും. അപ്പം എല്ലാത്തിനും ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു ഇതാണ്, അത് നേച്ചറിൽ നമ്മൾ കണ്ടുപഠിക്കണം. ഇറ്റ്സ് എ സൈക്കിൾ. ഒരു പോയിന്റ് എത്തി സാച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നെ അത് ഡിക്ലൈനിലേക്ക് പോകും. അപ്പം ആ ഒരു ലിമിറ്റ് വരെ അത് പുഷ് ചെയ്തിട്ട് ആ ഒരു അവസ്ഥ വരുന്നതിന് മുൻപ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ കണ്ടൻമെന്റ് എന്ന് പറയുന്ന ബോർഡർ നമ്മൾ വരയ്ക്കണം. നമുക്ക് പേഴ്സണൽ എത്ര വെൽത്ത് കിട്ടിയാലും ആൾക്കാർക്ക് മതിയാവത്തില്ല. പിന്നെ അതുപോലെ നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം ഫാക്ടർ ചെയ്തിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1-2 ഒബ്ജക്റ്റീവ്സും മൈൽ സ്റ്റോൺസും കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് കമ്പനിക്ക്. അത് ഞാൻ തുടങ്ങി വെച്ച ഇനിഷ്യേറ്റീവ്സാണ്. അതും കൂടി ഒന്ന് ഭംഗിയായി തീർത്ത് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എൻ്റേതായ ഒരു കൊച്ചു ബിസിനസ്സോ എന്തെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടിങ് ഒരു ബിസിനസ്സിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നാട്ടിലാണോ ഇവിടെയാണോ? രണ്ടും. May God bless you for that. And I need a great advice from you for our viewers. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം അരമണിക്കൂർ മതിയാവില്ല സാറിൻ്റെ ഒരു, ഞാനിങ്ങനെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇൻ ഡെപ്ത് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ നമുക്ക് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഈ കൺസ്ട്രെയിൻ്റ് സാർ പരമാവധി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എവറിത്തിങ് വാസ് യൂസ്ഫുൾ ഫോർ ദി വ്യൂവേഴ്സ്. ഇനി സാറിന് ഒരു അഡ്വൈസായിട്ട് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ മാത്രം ഞാൻ ക്വാളിഫൈഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന യങ്ങർ ജനറേഷനകത്ത് ഐ തിങ്ക് യു ഷുഡ് ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇന്ന് അവരുടെ കഴിവുകളെക്കുറിച്ച് അധികം ബിലീവ് ചെയ്യുന്നില്ല. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നനുസരിച്ച് അവരെ തന്നെ എഞ്ചിനീയറിങ്ങും റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഒരുപാട് എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾക്കാർ പോലും നാട്ടിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ BPOസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്തിനീ പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചു എന്നുള്ളൊരു ചോദ്യം ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്. ഏതൊരു തൊഴിലും
കൂടുതൽ വലിപ്പച്ചെറുപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ തൊഴിലിൽ നമ്മൾ ശക്തമായി ഉറച്ചു നിൽക്കുകയും അതിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കൺവിക്ഷൻ. ആൻഡ് നേരത്തെ പറഞ്ഞ മാതിരി എഞ്ചിനീയറിംഗ് പഠിച്ച സ്റ്റുഡൻറ്റിന് മേ ബി അറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം കുറവായിരിക്കാം സാലറി, but little by little, step by step, they will grow up. Whereas they are focusing on the BPO sector where they can earn money a lot. Quick money. So totally there is a quality of life is changing there. അതെ. Anyways, great advice you have given, and you are a real charming lady, I can say, because നേരത്തെ പറഞ്ഞു ഇത്രയും ഒരു ലൈഫ് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുടെ ആംബിഷനിൽ അദ്ദേഹത്തിൻ്റെ വിഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് എനർജി. ആ എനർജി പാസ് ചെയ്തുകൊണ്ട് സാറിൻ്റെ ആ ഒരു ഡ്രീംസിന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത താങ്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ആസ് യു സെഡ്, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ, ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഇൻ ദ വേ ദാറ്റ് യു ഹാവ് പ്രൂവ്ഡ് യുവർ ഇൻഡിവിജ്വാലിറ്റി, that you want to become like this. And thank you so much both of you. Nandi, namaskar. Thank you.